ഇത് നമ്മുടെ മാർക്കറ്റാണ്. നമുക്ക് ഇപ്പോൾ ടൈം ഇവിടെ കാണാം. ടൈം കാണാം 10 മണി ആയിട്ടുണ്ട് ടൈം ഏകദേശം. ഇവിടെ ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കി. മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു, ബിലോ വന്നു, ഇവിടെ നല്ലൊരു അപ്സൈഡ് മൂവ് നടത്തി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു റേഞ്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും റെഡായിട്ട്. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഇത് കണ്ടോ, 23,500 എന്ന് പറയുന്ന റേഞ്ച് കണ്ടോ, 23,500. ഈ റേഞ്ചിൽ ഏകദേശം 2 കോടിയോളം സെല്ലേഴ്സ് ഉണ്ട്. കണ്ടോ, ആ റെഡിൻ്റെ ഒരു വോളിയം നമുക്ക് കാണാം, 1.95 crore, 2 കോടിയുടെ അടുത്ത് സെല്ലേഴ്സ് ഉണ്ട്. ബയേഴ്സ് ആവട്ടെ ഏകദേശം 1 crore, അതിൻ്റെ പകുതിയോളം മാത്രമേ ഉള്ളൂ. ഓക്കെ, 2 കോടിയോളം 1.95 crore സെല്ലേഴ്സ് നിൽക്കുന്ന റേഞ്ചാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് ആ 2 കോടിയോളം സെല്ലേഴ്സ് നിൽക്കുന്ന റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ഒരു റെഡ് ഏരിയ എന്ന് പറയുന്നത് 23,500 റേഞ്ചാണ്. അതാണ് ഇവിടെ കാണാം. കണ്ടോ, ആ ഒരു സോൺ, അതൊരു സോണായിട്ട് മാർക്ക് ചെയ്തിരിക്കുകയാണ് ആ ലെവൽ. കണ്ടോ, അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ഇവിടെ ബുള്ളിഷായിട്ട് ലൈവായിട്ട് എല്ലാവർക്കും കാണാം. ബുള്ളിഷായിട്ട് മാർക്കറ്റ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഈ ഒരു ഡേറ്റ കണ്ടിട്ട്, ഈ ക്യാൻഡിലിൻ്റെ ഡേറ്റ കണ്ടിട്ട്, ക്യാൻഡിൽ ഇങ്ങനെ ബ്രേക്കൊക്കെ ചെയ്ത് പോണ കണ്ടിട്ട് പലപ്പോഴും പലരും എന്ത് ചെയ്യും, ഇവിടെയൊക്കെ എന്ത് പോയി ബൈ ട്രേഡൊക്കെ എടുക്കും. ബൈ ട്രേഡ് എടുത്ത് എന്ത് ചെയ്യും, അവർ ട്രാപ്പാവും. ഒരു ട്രാപ്പ് മനോഹരമായിട്ട് ലൈവായിട്ട് മാർക്കറ്റ് ഫോം ആവുന്ന എല്ലാവരും കണ്ടോ, മനോഹരമായിട്ടൊരു ട്രാപ്പ് ഫോം ആവുന്നുണ്ടോ. 2 സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, നല്ല 2 സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നുണ്ടോ അതേ റേഞ്ചിൽ. നല്ല മനോഹരമായിട്ടുള്ള ട്രാപ്പാണ്. ഇതെന്ത് സംഭവിക്കുന്നുള്ളൂ നോക്കിക്കോളൂ. ഇത് നല്ല ഒന്നാം തരം ട്രാപ്പാണ് ഈ ഫോമായി വരുന്നത്. മാർക്കറ്റിൽ എന്താ സംഭവിച്ചെന്ന് നോക്കി. ആദ്യം തന്നെ നമുക്ക് അതായിട്ട് ടൈം കാണാം, 11:27. കണ്ടോ, 11:27 ആയിട്ടുണ്ട്. ക്യാൻഡിൽസ് ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് കൃത്യമായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അതേ റേഞ്ച് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്ന 23,500 എന്ന് പറയുന്ന അതേ സോണ് തന്നെയാണ് ഇവിടെ. മാർക്കറ്റ് ഇവിടെ നിന്നപ്പോൾ, ഈ ഒരു റേഞ്ച് നിന്നപ്പോൾ എന്താ പറഞ്ഞിരുന്നത്, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ ഫോം ആയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇതൊരു ട്രാപ്പാണ്, ഒരു ട്രാപ്പ് മാർക്കറ്റിൽ ഫോം ആവുകയാണ് എന്നുള്ളത്. ഇവിടെ നിന്നപ്പോൾ പറഞ്ഞതാണ്. ആ ഒരു ട്രാപ്പ് മനോഹരമായിട്ട് ഫോം ആയത് കണ്ടോ, ട്രാപ്പ് ഫോമായി മാർക്കറ്റ് കണ്ടോ എന്താ സംഭവിച്ചത്, ഒരു വലിയ ഫോള്. അപ്പോൾ ഈ ഫോളിനുള്ള മുന്നോടി ഒരു ട്രാപ്പ് സെറ്റ് ആവുകയാണ്, സ്ലോലി ഒരു ട്രാപ്പ് സെറ്റ് ആവുകയാണ് എന്നുള്ളത് ലൈവായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് കണ്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള ട്രാപ്പിൽ ഇഷ്ടം പോലെ ആൾക്കാർ പെട്ടുപോകാറുണ്ട്. ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെടുന്നതും ട്രേഡ് ചെയ്ത് പണം നഷ്ടപ്പെടുന്നതൊക്കെ ഇത്തരം ട്രാപ്പുകളിലൊക്കെ പെട്ടിട്ട് ഒരുപാട് പേർക്ക് പണം നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഈ പറയുന്ന മാർക്കറ്റ് അവർക്ക് അങ്ങനെ നഷ്ടപ്പെടാൻ കാരണം എന്താ, അവർ മാർക്കറ്റിനെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ഈ പറയുന്ന ക്യാൻഡിൽ സ്റ്റിക്സ് നോക്കിയിട്ടാണ്. ഓക്കെ, ക്യാൻഡിൽ ഈ പാറ്റേൺ വരുന്നുണ്ടോ, അങ്ങനെ മറ്റു പാറ്റേൺ വരുന്നുണ്ടോ, റെഡ് ക്യാൻഡിലാണോ ഗ്രീൻ ക്യാൻഡിലാണോ, ഇതൊക്കെ നോക്കിയാണ് അവർ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്. എപ്പോഴും ഓർക്കുക, നമ്മൾ ഈ കാണുന്ന ഫേസ് ഇതല്ല മാർക്കറ്റ്, ഈ ക്യാൻഡിലല്ല മാർക്കറ്റ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഡേറ്റ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഇപ്പോൾ ഒരു ചെറിയ കാര്യം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. അത് മാത്രം വെച്ചിട്ട് തന്നെ അതെന്താണ് എങ്ങനെയാണ് എന്നതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ്. ഇത് ട്രാപ്പാണ് എന്നുള്ളതും അതെന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ദയവ് ചെയ്ത് എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരം ക്യാൻഡിൽസ് നോക്കി നമ്മൾ ഒരുപാട് വർഷം വേസ്റ്റായി പോകത്തേ ഉള്ളൂ ക്യാൻഡിൽ നോക്കിയത്. കാരണം അതിനകത്ത് 4 ഡേറ്റേ ഉള്ളൂ, ഓപ്പൺ, ഹൈ, ലോ, ക്ലോസ് അല്ലാതെ മറ്റൊന്നുമില്ല. കാരണം നമ്മളെ പഠനം മൊത്തം ഇതിൽ ചുരുങ്ങിപ്പോവുകയാണ്, ക്യാൻഡിൽസ് ചുരുങ്ങിപ്പോവുകയാണ് പലപ്പോഴും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ക്യാൻഡിലല്ല, ഇതുപോലുള്ള ട്രാപ്പുകളിൽ ഒരുപാട് പേര് പെട്ടുപോകാറുണ്ട്, ഇപ്പോഴും പെടുന്നുണ്ട്. ഈ ഒരു മാർക്കെല്ലാം ഒരുപാട് പേര് പെട്ടിട്ടുണ്ടാവും, ഇനിയും പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ക്യാൻഡിലല്ല. ഇപ്പോൾ ഒരു ചെറിയ ഡേറ്റ മാത്രമാണ് ഞാൻ ഈ കാണിച്ചത്, അത് വെച്ചിട്ട് തന്നെ അനലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതും പറഞ്ഞതാണ്. കണ്ടോ, മാർക്കറ്റ് ആ ഒരു ഫോള് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് ആ ഒരു ബിഗ് പ്ലേയേഴ്സ് ആ ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് ട്രാപ്പ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഇവിടെ വന്നു, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഫോള് കണ്ടിന്യൂ ചെയ്യുന്നത് നോക്കി. ഏകദേശം 4 ഡേറ്റ നോക്കിയിട്ടാണ് അത് പറഞ്ഞത്. അതിനകത്ത് ഒരു സിമ്പിൾ ഡേറ്റയാണ് ഞാൻ ഈ പറഞ്ഞത്, ഈ ട്രാപ്പിൻ്റെ ഒരു ഡേറ്റ ഞാൻ എടുത്ത് അത് എന്താണെന്നുള്ളത് കൂടി പറഞ്ഞതാണ്. കണ്ടോ, അപ്പോൾ അത്രയേ ഉള്ളൂ.